നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. CPIയുടെ MLA മാർക്കും മന്ത്രിമാർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾക്കും ഇപ്പോൾ ചങ്കിടിപ്പ് ഏറിയിരിക്കുകയാണ്. കാരണം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പായാലും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പായാലും, CPM പാലം വലിച്ചാൽ ഇവരെല്ലാവരും അമ്പയെ പരാജയപ്പെടും. കാരണം CPIക്ക് കേരളത്തിൽ ഒരിടത്തും വോട്ടില്ല. പലയിടത്തും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കെട്ടിവെച്ച പണം പോലും CPIക്ക് ലഭിക്കില്ല. CPMൻ്റെ വോട്ടിലാണ് CPI ജയിച്ചു കയറുന്നത്. അത് പഞ്ചായത്തിലേക്കായാലും പാർലമെൻറ്റിലേക്കായാലും. ഈ ഭീതി CPIക്ക് നന്നായി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിൽ PM ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ട് CPI നേതൃത്വം എടുത്ത നിലപാടിൽ CPMന് കടുത്ത അസംതൃപ്തിയുണ്ട്. തങ്ങളെ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് CPI തള്ളിവിട്ടു എന്നുള്ള ഒരു എതിർപ്പും രോഷവുമെല്ലാം CPM നേതൃത്വത്തിലുണ്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കുണ്ട്. ഇനി ഭരണം നഷ്ടപ്പെടുമെന്നുള്ളൊരു ഘട്ടം വന്നാൽ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ CPM തോൽപ്പിക്കുമോ എന്നുള്ള ഭയമാണ് ഇപ്പോൾ CPIക്കുള്ളത്. അങ്ങനെ വന്നാൽ CPIക്ക് നിയമസഭയിൽ വട്ടപൂജ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോഴുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ CPI പ്രതിനിധികൾ 1/3 അതിൽ താഴെയുമായി ചുരുങ്ങും. കാരണം CPM കാലുവാരിയാൽ പിന്നെ തീർന്നു CPIയുടെ പണി. അതുകൊണ്ട് തന്നെ കാരണം CPM ലക്ഷ്യമിടുന്ന ഒന്നുണ്ട്, CPI സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടാൽ പിന്നീട് ആ സീറ്റ് CPM ഏറ്റെടുക്കും. വരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം പിന്നെ ആ സീറ്റുകളിൽ CPM മത്സരിക്കും. ഇതും CPI നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ PM ശ്രീയുടെ പേരിലുണ്ടാക്കിയ വിവാദം തങ്ങളെ തന്നെ തിരിഞ്ഞു കൊത്തുമോ എന്നുള്ള ഭയം നന്നായി CPI നേതൃത്വത്തിലുണ്ട്, ബിനോയ് വിശ്വത്തിനുണ്ട്, മറ്റ് നേതാക്കൾക്കുമുണ്ട്. കാനം രാജേന്ദ്രനായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിച്ചേനെ. ബിനോയ് വിശ്വത്തിന് ഈ ആദർശത്തിൻ്റെ അസുഖം അല്ലെങ്കിൽ ആദർശത്തിൻ്റെ അസ്കിത അല്പമുള്ളതുകൊണ്ട് അദ്ദേഹം ഈ പ്രശ്നം പരിഹരിക്കാൻ വൈമുഖ്യം കാണിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ വിഷയം പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ആരോപണവും ആക്ഷേപവും എല്ലാം CPI നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CPI ഇപ്പോൾ ശരിക്കും പെട്ടുപോയിരിക്കുകയാണ്. എങ്ങാൻ ഈ രോഷത്തിൻ്റെ പുറത്ത് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ, കാരണം CPI സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടാൽ ആ സ്ഥാനത്തേക്ക് ലീഗിനെ LDFിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം അതും വേറൊരു വഴിക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ തങ്ങളുടെ പ്രസക്തി ഇല്ലാതാക്കാനുള്ള ശ്രമം CPM നടത്തുമെന്ന ഭയം യഥാർത്ഥത്തിൽ CPIയെ ഇതാ പിടികൂടിയിട്ടുണ്ട്. ആ ഭയം പിടികൂടിയതിനെ തുടർന്നാണ് ഇപ്പോൾ PM ശ്രീ വിവാദമെല്ലാം ഉയർന്നു വന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് കേവലം PM ശ്രീയുമായുള്ള എതിർപ്പൊന്നുമല്ല CPIക്ക് ഇപ്പോഴുള്ളത്. തങ്ങളെ അപ്രസക്തരാക്കാനുള്ള ചില നീക്കങ്ങൾ CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനെതിരെ പ്രതികരിക്കാമെന്ന് വച്ചപ്പോഴാണ് മറ്റൊരു ഭീതി അവരെ പിടികൂടിയത്. ഇനി ഇതിൻ്റെ പേരിൽ CPM തങ്ങളെ തോൽപ്പിക്കുമോ, തങ്ങളുടെ MLA മാരെയും പഞ്ചായത്ത് അംഗങ്ങളെയും കോർപ്പറേഷൻ അംഗങ്ങളെയും എല്ലാം CPM തോൽപ്പിക്കുമോ എന്നുള്ള ഭയം CPIക്കുണ്ട്. കാരണം CPIക്ക് സീറ്റ് കൊടുക്കാതിരുന്നാൽ മതി. ഇപ്പോൾ കോർപ്പറേഷനുകളിലേക്കോ പഞ്ചായത്തുകളിലേക്കോ ഒക്കെ ചോദിക്കുന്ന സീറ്റ് CPIക്ക് കൊടുക്കാതിരുന്നാൽ പിന്നെ അവരുടെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാവുകയില്ല. കാരണം CPMന് ജയിക്കാൻ ഇവരുടെ ആരുടെയും സഹായം വേണ്ട. CPIക്കാണെങ്കിൽ CPM ഇല്ലെങ്കിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. ഈ അവസ്ഥയിലാണ് കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ CPI നേതാക്കൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചങ്കിടിപ്പായി നിൽക്കുകയാണ്. എങ്ങാൻ CPM പണി തന്നാൽ പിന്നെ ഈ പാർട്ടിയുടെ അഡ്രസ്സ് കേരളത്തിൽ ഉണ്ടാകില്ല. ആ ഭീതി അവർക്ക് നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. നവംബർ മാസത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഡിസംബർ ആദ്യവാരം തന്നെ എല്ലായിടത്തും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും എല്ലാം പുതിയ ഭരണസമിതി സ്ഥാനം ഏറ്റെടുക്കും. അത് കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സീറ്റുകൾ CPM നൽകാതിരിക്കുമോ, നൽകിയാൽ തന്നെ CPM തോൽപ്പിക്കുമോ എന്നുള്ള എല്ലാ ഭീതിയും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ PM ശ്രീ എന്ന് പറഞ്ഞ് CPI അക്ഷരാർത്ഥത്തിൽ ഉറഞ്ഞു തുള്ളുന്നത്. ഉള്ളിൽ ശരിക്ക് പേടിയുണ്ട് അവർക്ക്.